നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗതാഗത മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ മൂന്നാറിലെ ടാക്സി വാഹനങ്ങളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. 4 ദിവസത്തെ പരിശോധനയിൽ പിഴ ചുമത്തിയത് 8 ലക്ഷത്തിലധികം രൂപ. ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി കാണിച്ചത് മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയ മന്ത്രിക്ക് നേരെ. ജില്ലയിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ധവളപത്രം ഇറക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. BJPയുടെ നേതൃത്വത്തിൽ ഈ മാസം 20 മുതൽ പെരുവന്താനത്ത് ആരംഭിക്കുന്ന പ്രതിഷേധ പരിപാടികൾ ജില്ലയിലെമ്പാടും വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിൽ ജില്ലാതല വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ജില്ലയെ 4 മേഖലകളായി തരംതിരിച്ച് കുട്ടികൾക്കായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ഫെബ്രുവരി മാസം പകുതിയോടടുത്തിട്ടും തണുപ്പ് വിട്ടുമാറാതെ മൂന്നാർ. ഇതോടെ ഇപ്പോഴും മൂന്നാറിന്റെ പ്രഭാതങ്ങൾ ശൈത്യത്തിന്റെ പിടിയിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മൂന്നാറിൽ ഫെബ്രുവരി 2ാം വാരത്തിൽ താപനില -1 രേഖപ്പെടുത്തിയത് ആദ്യമായി. വിശദമായ വാർത്തകൾ. ഗതാഗത മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ മൂന്നാറിലെ ടാക്സി വാഹനങ്ങളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. 4 ദിവസത്തെ പരിശോധനയിൽ പിഴ ചുമത്തിയത് 8 ലക്ഷത്തിലധികം രൂപ. മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയ മന്ത്രിക്ക് നേരെയാണ് ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി കാണിച്ചത്. ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെ ടാക്സി തൊഴിലാളികളുടെ ഉപജീവന മാർഗം തകർക്കുമെന്നാരോപിച്ചായിരുന്നു തൊഴിലാളികളുടെ കരിങ്കൊടി പ്രതിഷേധം. തുടർന്ന് മേഖലയിലെ മുഴുവൻ ടാക്സി വാഹനങ്ങളും പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. നിലവിൽ 4 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 8 ലക്ഷത്തിലധികം രൂപ പിഴയായി ഈടാക്കി. 300-ലധികം കേസുകൾ ചാർജ് ചെയ്തു. മൂന്നാറിൽ നമ്മൾ 11-ാം തീയതി ചെക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതിനകത്ത് 22ഓളം വാഹനങ്ങൾ രേഖകളില്ലാത്തതും ടാക്സ് വെക്കാത്തതും ലൈസൻസ് ഇല്ലാത്ത ഓടിച്ചതുമായിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. 305 വണ്ടികൾക്കോളം കേസെടുത്തിട്ടുണ്ട്. അതിൽ 3,77,209 രൂപ കോമ്പൗണ്ട് ഫീ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഓട്ടോറിക്ഷകളിൽ ഫെയർമീറ്റർ ഇല്ലാത്ത കേസുകൾ ധാരാളമുണ്ട്. ടാക്സ് അടക്കാത്ത 37 കേസുകളുണ്ട്. ലൈസൻസ് ഇല്ലാതെ ഓടിച്ചുള്ള 12ഓളം കേസുകൾ. പിന്നെ അനധികൃത രൂപമാറ്റം വരുത്തിയിട്ടുള്ള കേസുകൾ 28 എടുത്തിട്ടുണ്ട്. ഫിറ്റ്നസ് ഇല്ലാതെ ഓടിച്ചിട്ടുള്ള വണ്ടികൾ 17 പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ മൂന്നാറിൽ ധാരാളം വണ്ടിങ്ങനെ രേഖകളില്ലാതെയും വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഇല്ലാതെ ഇൻഷുറൻസ് ഇല്ലാതെ സർവീസ് നടത്താനുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. പിന്നെ ബസ്സുകളുടെ മുന്നിൽ പാർലർ സർവീസ്, അതായത് പെർമിറ്റിൽ അനുവദിച്ചിരിക്കുന്നതിൽ ആളുകളെ കുത്തിനിറച്ചുകൊണ്ട് വാഹനങ്ങൾ സർവീസ് നടത്തുന്നു. അപ്പൊ അത്തരത്തിലുള്ള പരാതികളും ധാരാളം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പല മേഖലകളിൽ നിന്നും പരാതികൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ചെക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളുടെ ടാക്സ്, ഫിറ്റ്നസ്, ഇൻഷുറൻസ് തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. രൂപമാറ്റം വരുത്തിയും മീറ്റർ ഇല്ലാതെയും ഓടിയ ഓട്ടോറിക്ഷകൾക്കെതിരെയും നടപടിയെടുത്തു. അനുവദനീയമായതിൽ അധികം യാത്രക്കാരെ കയറ്റിയ വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതുവരെ 20 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മൂന്നാറിലേക്ക് സഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. ജില്ലയിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ധവളപത്രം ഇറക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. BJPയുടെ നേതൃത്വത്തിൽ ഈ മാസം 20 മുതൽ പെരുവന്താനത്ത് ആരംഭിക്കുന്ന പ്രതിഷേധ പരിപാടികൾ ജില്ലയിലെമ്പാടും വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ പെരുകുമ്പോഴും സർക്കാർ നിഷ്ക്രിയത്വം തുടരുകയാണ്. വന്യജീവികൾ നാട്ടിലിറങ്ങാതെ സംരക്ഷണം ഒരുക്കേണ്ട ഫണ്ടുകൾ സർക്കാർ ദുർവിനിയോഗം ചെയ്യുന്നു. 14 മാസങ്ങൾക്കിടയിൽ ഇടുക്കി ജില്ലയിൽ 9 മനുഷ്യജീവനുകളാണ് വന്യമൃഗ ആക്രമണത്തിൽ പൊലിഞ്ഞത്. സംസ്ഥാനത്താകട്ടെ 25 മനുഷ്യരെയും വന്യമൃഗങ്ങൾ കൊന്നൊടുക്കി. സംസ്ഥാനത്താകെ 5 വർഷം കൊണ്ട് 456 മനുഷ്യജീവനുകളാണ് നഷ്ടമായത്. ഒന്നിനു പുറകെ ഒന്നായി മനുഷ്യൻ കൊല ചെയ്യപ്പെടുമ്പോഴും സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ നോക്കുകുത്തിയായി അവശേഷിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഇടുക്കി ജില്ലയിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിപാടിയും പദ്ധതിയും തയ്യാറാക്കാതെ ഈ വനം വകുപ്പും ബഹുമാനായിട്ടുള്ള വനമന്ത്രിയുമൊക്കെ ആൾക്കാരെ കബളിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഇടുക്കി ജില്ലയിൽ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവർക്ക് രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പം വീടിന്റെ മുന്നിൽ നിൽക്കുന്നത് കാട്ടാനയാണോ കടുവയാണോ അതോ മറ്റ് വന്യജീവികൾ ഏതാണ് ജീവനെടുക്കാൻ നിൽക്കുന്നതെന്നുള്ള ഒരു വലിയ പേടിയിലാണ് അവർ ഉണർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഗവൺമെന്റ് ജനങ്ങളുടെ ജീവനെയും
ജനങ്ങളുടെ സ്വത്തിനെയും വിട്ട് തട്ടിക്കളിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ ഇങ്ങനെ പരിഹസിച്ച് എന്താ പറയുന്നത് കുഴപ്പക്കാരാക്കുന്നുള്ള കാര്യത്തിൽ ഒരു ധവളപത്രം ഇറക്കണം ഗവൺമെന്റ്. എന്താണ് ഇങ്ങനെ അടിക്കടി വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് പരിപാടി, കാര്യക്ഷമമായിട്ടുള്ള എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്? ഏക്കർ കണക്കിന് കൃഷിഭൂമികളാണ് കാട്ടാന നശിപ്പിക്കുന്നത്. ഒരിടത്തും കർഷകന് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. വനത്തിനുള്ളിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാത്തതാണ് മൃഗങ്ങൾ നാട്ടിലിറങ്ങാൻ കാരണം. വനസംരക്ഷണത്തിനോടൊപ്പം മനുഷ്യരെയും സംരക്ഷിക്കുവാൻ വേണ്ടി ലഭ്യമാകുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കണം. വന്യജീവി ആക്രമണങ്ങൾ പെരുകുമ്പോൾ ഇത് സംബന്ധിച്ച് ധവളപത്രം ഇറക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ BJP സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, ജില്ലാ ഉപാധ്യക്ഷന്മാരായ C സന്തോഷ് കുമാർ, K കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രതീഷ് വരകുമല എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ വാഹനങ്ങളെ വിടാതെ പിന്തുടർന്ന് പടയപ്പ. കഴിഞ്ഞ രാത്രിയിൽ KSRTC ബസ് പിന്നിൽ നിന്നും പടയപ്പയെ ആക്രമിച്ചു. മതപ്പാടിലുള്ള ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. മറയൂർ 8-ാം മൈലിന് സമീപം നിലയുറപ്പിച്ച പടയപ്പ നിരവധി വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. കൊടും വളവിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് KSRTC ബസിനെ പിന്നിൽ നിന്നും ആക്രമിക്കാൻ ശ്രമിച്ചത്. തണ്ണിമത്തിനുമായി പോയ പിക്കപ്പ് വാഹനം തടഞ്ഞു നിർത്തി വാഹനത്തിൽ നിന്നും തണ്ണിമത്തിനും ആനയെടുത്തു. കഴിഞ്ഞ രാത്രിയിൽ നിരവധി വാഹനങ്ങൾക്ക് നേരെ പടയപ്പ പാഞ്ഞെടുത്തു. വ്യാഴാഴ്ച പുലർച്ചെ വാഗുവരയ്ക്ക് സമീപം ഇരുചക്ര വാഹനത്തിന് നേരെ ആന പാഞ്ഞെടുക്കുകയും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. തൃശൂർ സ്വദേശിയായ യുവതിക്ക് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റു. ഇതേ ദിവസം തന്നെ ഒരു ലോറിയും ആന തടഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സിനിമാ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ ഭാഗികമായി തകർക്കുകയും ചെയ്തിരുന്നു. 2 ആഴ്ച മുൻപ് മറയൂർ സ്വദേശികളുടെ കാറിന് നേരെ ആന ഓടിയെത്തിയതോടെ വാഹനം വെട്ടിച്ചു മാറ്റാനുള്ള ശ്രമത്തിനിടയിൽ കാർ പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായി. നിലവിൽ പടയപ്പം മതപ്പാടിലാണെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ആനയെ നിരീക്ഷിക്കുന്നതിനും വിവരങ്ങൾ ജനങ്ങൾക്ക് കൈമാറുന്നതിനുമായി 5-അംഗ സംഘത്തെ നിയോഗിച്ചതായും വനംവകുപ്പ് വ്യക്തമാക്കി. അതേസമയം രാത്രികാലങ്ങളിൽ നിരീക്ഷണം കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പകൽ സമയങ്ങളിലും ഉൾവനത്തിലേക്ക് പിൻവലിയാതെ പടയപ്പ തോട്ടം മേഖലയിൽ നിലയുറപ്പിക്കുകയാണ്. നിലവിൽ രാത്രികാലങ്ങളിൽ മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ പടയപ്പ സ്ഥിരം സാന്നിധ്യമായതോടെ രാത്രിയാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ജില്ലയെ 4 മേഖലകളായി തരംതിരിച്ച് കുട്ടികൾക്കായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ബാലനീതി, പോക്സോ, വിദ്യാഭ്യാസാവകാശം തുടങ്ങിയ നിയമങ്ങളെപ്പറ്റി നടന്ന ജില്ലാതല വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയുടെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. കുട്ടികൾക്കായുള്ള അഡിക്ഷൻ സെന്ററുകളുടെ അഭാവം ഇല്ലാതാക്കും. ബാലനീതി, പോക്സോ, വിദ്യാഭ്യാസ അവകാശം തുടങ്ങിയ നിയമങ്ങളെ സംബന്ധിച്ച് അധ്യാപകർക്ക് കൂടുതൽ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്, പോക്സോ, അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നീ നിയമങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. വിവിധ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഒരുപാട് നിർദ്ദേശങ്ങൾ കമ്മീഷന് ലഭിച്ചിട്ടുണ്ട്. ഈ ജില്ലയുടെ ഒരു ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളും അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കമ്മീഷൻ വച്ചിട്ടുള്ളൊരു നിർദ്ദേശം 3-4 മേഖലകളായി ജില്ലയുടെ ഈ കമ്മിറ്റികളെയൊക്കെ തരംതിരിച്ച് ഈ 3-4 മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നാണ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സർക്കാർ ഹോം ഇല്ലാത്തൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അഡിക്ഷൻ സെൻറ്റേഴ്സിൻ്റെ അഭാവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ CCL ആവുന്ന, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആവുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അശാസ്ത്രീയതയുണ്ടെന്നുള്ള ചർച്ചകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം അധ്യാപകർക്ക് ഈ നിയമങ്ങളെക്കുറിച്ചുള്ള നല്ല ബോധവൽക്കരണം ഇല്ലാത്തതിൻ്റെ ചില പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. പൊതുവായിട്ട് ഈ ഗോത്രവർഗ മേഖലയിലുള്ള ചൈൽഡ് മാരേജ് പോലുള്ള ഇഷ്യൂസ് കൂടെ
ചൈൽഡ് ലേബർ, പ്ലാന്റേഷൻ മേഖലയിലുള്ള ചൈൽഡ് ലേബർ പോലുള്ള ഇഷ്യൂസ് കൂടെ കമ്മീഷൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായും ADM കൂടെ പങ്കെടുത്ത ഈ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് വളരെ സജീവമായ ഇടപെടലുകൾ, ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് അദ്ദേഹം കൂടി അറിയിച്ചിട്ടുണ്ട്. യോഗത്തിൽ ADM ഷൈജു P. ജേക്കബ്, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗങ്ങളായ KK ഷാജു, അഡ്വക്കേറ്റ് B. മോഹൻകുമാർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ VI നിഷ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി മാസം പകുതിയോടടുത്തിട്ടും തണുപ്പ് വിട്ടുമാറാതെ മൂന്നാർ. സാധാരണ ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ഇപ്പോഴും മൂന്നാറിന്റെ പ്രഭാതങ്ങൾ ശൈത്യത്തിന്റെ പിടിയിൽ തന്നെയാണ്. സഞ്ചാരികൾക്ക് ഇത് ഏറെ സന്തോഷം പകരുന്നു. മൂന്നാറിന്റെ പ്രഭാതങ്ങൾ ഇപ്പോഴും ശൈത്യത്തിന്റെ പിടിയിൽ തന്നെയാണ്. ഡിസംബർ അവസാന വാരം മുതൽ മൂന്നാറിലെ അന്തരീക്ഷ താപനില താഴ്ന്നു തുടങ്ങിയിരുന്നു. ചില ദിവസങ്ങളിൽ താപനില 0-ന് താഴെയും എത്തി. മൂന്നാറിലെ ചിലയിടങ്ങളിൽ രാവിലെ മഞ്ഞുവീഴ്ചയുമുണ്ടായി. സാധാരണ ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റിച്ച് ഫെബ്രുവരിയിലും പുലർക്കാലങ്ങളിൽ മൂന്നാർ തണുത്തു വിറയ്ക്കുകയാണ്. സാധാരണ നമുക്ക് മൂന്നാറിനെ സംബന്ധിച്ച് നമുക്ക് തണുപ്പ് ഡിസംബറിൽ അല്ലെങ്കിൽ നവംബർ പകുതിയോടെ തുടങ്ങും. നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജനുവരി പകുതിയോടെയെങ്കിലും തണുപ്പ് തീരണം. അതിനിടയ്ക്ക് ഒരു 1-2 പ്രാവശ്യം മൈനസിലേക്ക് എത്തും. അതാണ് സാധാരണ പതിവ്. പക്ഷേ ഈ വർഷം ഇപ്പോൾ ഫെബ്രുവരി ആയിട്ട് പോലും തണുപ്പ് കുറയുന്നില്ല. അതായത് കഴിഞ്ഞ 3-ാം തീയതി, അതായത് ഫെബ്രുവരി 3-ാം തീയതിക്ക് ശേഷം ഇന്നേ വരെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിലോ 5 ആണ്. ശൈത്യം വിട്ടുമാറാത്തത് സഞ്ചാരികൾക്ക് ഏറെ സന്തോഷം പകരുന്നു. Our beautiful climate in Munnar, very cool in the morning, then soon warms up. Yes, I love Munnar. It's the second time I've been. A very beautiful place. It's a place you can't miss, really. It really is one of the top places in India. പകൽ സമയങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെങ്കിലും വൈകുന്നേരമാകുന്നതോടെ മൂന്നാറിന് മുകളിൽ കുളിര് പുതയും. ഡിസംബർ ജനുവരി മാസങ്ങളെ അപേക്ഷിച്ച് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പരീക്ഷക്കാലമാകുന്നതോടെ മാർച്ച് മാസത്തിൽ പൊതുവെ മൂന്നാറിൽ സ്വദേശീയരായ സഞ്ചാരികളുടെ തിരക്ക് കുറവാണ്. മധ്യവേനൽ അവധിക്കാലമാകുന്നതോടെ മൂന്നാർ വീണ്ടും സഞ്ചാരികളാൽ നിറയും. നിലവിൽ മൂന്നാറിൽ നിന്നും അതിശൈത്യം പൂർണ്ണമായി വിട്ടുമാറാത്തത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മൂന്നാറിൽ ആദ്യമായാണ് ഫെബ്രുവരി 2-ാം വാരത്തിൽ താപനില -1 രേഖപ്പെടുത്തിയത്. വണ്ടിപ്പെരിയാറിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി. വണ്ടിപ്പെരിയാർ പാറമട സ്വദേശി ശിവയെയാണ് പോലീസ് പിടികൂടിയത്. സഹായിയായ ഓട്ടോറിക്ഷ ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യപ്പൻകോവിൽ പാറമട സ്വദേശി ശിവ, ഇയാളുടെ സഹായിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനിയെ സ്കൂളിന് സമീപത്ത് വെച്ച് ശിവ ഓട്ടോറിക്ഷയിൽ വലിച്ചു കയറ്റുകയും വണ്ടിപ്പെരിയാർ പാറമടയിൽ എത്തിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു. ഇതിനിടെ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. ശിവ കഴിഞ്ഞ 3 വർഷക്കാലമായി പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നതായും പോലീസ് പറഞ്ഞു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മദ്യലഹരിയിലായിരുന്ന ഇയാൾ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വലിച്ചുകയറ്റി ദേഹോപദ്രവം ഏൽപ്പിച്ചത്. സ്കൂൾ അധ്യാപകരും കുട്ടികളും ചേർന്ന് നൽകിയ പരാതിയെ തുടർന്ന് പെൺകുട്ടിയെ സ്റ്റേഷനിൽ എത്തിച്ച മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻപും ശിവ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയിട്ടുള്ളതായും പരാതിയുണ്ട്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാർ, ASI നിയാസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കട്ടപ്പന കടമാക്കുഴിയിൽ ആളില്ലാത്ത വീട്ടിൽ നിന്നും 9.5 പവൻ സ്വർണം മോഷ്ടിച്ച അമ്മയും മകനും പോലീസ് പിടിയിൽ. കടമാക്കുഴി സ്വദേശികളായ മുരുകേശ്വരി, രമേശ്, ശരൺകുമാർ എന്നിവരെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 23-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കടമാക്കുഴി പുത്തൻപുരക്കൽ രാജേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. തമിഴ്നാട് സ്വദേശികളായ മുരുകേശ്വരിയും ശരൺകുമാറും ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കടമാക്കുഴിയിൽ താമസിച്ചു വരുന്നതിനിടെയാണ് അയൽവാസികൾ ആശുപത്രിയിൽ പോയ സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത്. ആശുപത്രിയിൽ നിന്ന് വീട്ടുകാർ ഫെബ്രുവരി 2-ാം തീയതിയാണ് തിരിച്ചെത്തിയത്. ഇതോടെയാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 9.5 പവൻ സ്വർണം മോഷണം പോയ വിവരം അറിയുന്നത്. തുടർന്ന് കട്ടപ്പന പോലീസിൽ പരാതി നൽകി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പാറത്തോട്ടിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. മോഷ്ടിച്ച സ്വർണം നെടുങ്കണ്ടത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച് 4 ലക്ഷം രൂപ വാങ്ങിയതായും പ്രതികൾ മൊഴി നൽകി.
പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അടിമാലിക്ക് സമീപം ചിന്നപ്പാറക്കുടി റോഡിൽ സ്കൂൾ കുട്ടികളുമായി വന്ന ജീപ്പ് അപകടത്തിൽപ്പെട്ടു. ചിന്നപ്പാറക്കുടി മേഖലയിൽ നിന്നും അടിമാലി ടൗണിലേക്ക് കുട്ടികളുമായി വരുന്നതിനിടെ കൊടുമിറക്കത്തിൽ വെച്ച ജീപ്പ് റോഡരികിലെ മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട കുട്ടികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്ക് പരിക്ക് സംഭവിച്ച ഒരു കുട്ടിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പഠനം നടത്തുന്ന കുട്ടികളുമായി ചിന്നപ്പാറക്കുടി മേഖലയിൽ നിന്നും വരികയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ചിന്നപ്പാറക്കുടിയിൽ നിന്നും അടിമാലി ടൗണിലേക്ക് എത്തുന്ന റോഡ് കൊടും വളവുകളും കുത്തിറക്കവും നിറഞ്ഞതാണ്. വലിയ ഇറക്കമിറങ്ങി വരുന്നതിനിടയിൽ ജീപ്പ് അപകടത്തിൽപ്പെടുകയായിരുന്നു. റോഡിൽ നിന്നും മാറി ജീപ്പ് പാതയോരത്തെ മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽപ്പെട്ട കുട്ടികളെ ഉടൻ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലക്ക് പരിക്ക് സംഭവിച്ച ഒരു കുട്ടിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. അപകടത്തിൽ മറ്റു കുട്ടികൾക്ക് കാര്യമായി പരിക്ക് സംഭവിച്ചിട്ടില്ല. സംഭവത്തിൽ പോലീസ് തുടർ നടപടി സ്വീകരിച്ചു. ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ ആദിവാസി യുവതി ജീപ്പിനുള്ളിൽ ആൺകുഞ്ഞിന് ജന്മം നൽകി. ഇടമലക്കുടി സ്വദേശിനിയായ 22 വയസ്സുകാരിയാണ് ജീപ്പിനുള്ളിൽ വെച്ച് അമ്മയായത്. അമ്മയെയും കുഞ്ഞിനെയും പിന്നീട് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇടമലക്കുടി സ്വദേശിനിയായ യുവതിയും കുടുംബവും പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് അടിമാലിയിലെ ആശുപത്രിയിൽ എത്തേണ്ട സാഹചര്യമുള്ളതിനാൽ സൗകര്യാർത്ഥം ഒരാഴ്ച മുമ്പ് മാങ്കുളം ആനക്കുളത്ത് വീട് വാടകയ്ക്കെടുത്ത താമസം തുടങ്ങിയിരുന്നു. ഈ മാസം 22 പ്രസവ തീയതിയായി ആശുപത്രി അധികൃതർ ഇവരെ അറിയിച്ചിരുന്നത്. എന്നാൽ ഉച്ചയോടെ യുവതിക്ക് പ്രസവ വേദന ആരംഭിച്ചു. ഇതോടെ യുവതിയുടെ മാതാപിതാക്കൾ ആനക്കുളത്തു നിന്നും ജീപ്പ് വിളിച്ച് അടിമാലിയിലെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ വാഹനം വിരിവാറ ഭാഗത്തെത്തിയതോടെ യുവതിക്ക് പ്രസവവേദന കലശലാകുകയും 2 മണിയോടെ യുവതി ജീപ്പിനുള്ളിൽ വെച്ച് ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. വാഹനത്തിലുണ്ടായിരുന്ന യുവതിയുടെ മാതാവ് പ്രസവ ശുശ്രൂഷകൾ നടത്തി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും ഉടൻ കുടുംബാംഗങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. 24 അജണ്ടകൾ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. കട്ടപ്പന നഗരസഭ കുടിവെള്ള പദ്ധതികളുടെ നിർവഹണം ഭൂഗർഭജല വകുപ്പിനെ ഏൽപ്പിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം നൽകുന്നതിനുള്ള പദ്ധതി, നഗരസഭ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ ലെഗസി ഡംപ് സൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി തുടങ്ങി നിരവധി അജണ്ടകൾ കൗൺസിൽ യോഗത്തിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചു. 27 അജണ്ടയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഈ നമ്മളുടെ 25-26 വാർഷിക പദ്ധതി പ്രകാരം നമ്മൾ നേരത്തെ നമുക്ക് ഒരു ആൾക്ക് 40 ലക്ഷം രൂപ വെച്ച് ഒരു കൗൺസിലർക്ക് ഉണ്ടെന്നായിരുന്നു നമ്മൾ അറിയിച്ചിരുന്നത്. അത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ടൈഡ് ഫണ്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വാർഡിലേക്ക് ഫണ്ടുകൾ വളരെ കുറവാണ് വരുന്നത്. നഗരസഭയുടെ ഭാഗമായ നത്തുകല്ലിൽ വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം 22-ാം തീയതി 11 മണിക്ക് നടക്കും. 3 വെൽനസ് സെന്ററുകളാണ് കട്ടപ്പന നഗരസഭയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. 3 വെൽനസ് സെൻ്ററുകളാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിൽ വള്ളക്കടവിൽ വെൽനസ് സെൻ്റർ ആരംഭിച്ചു. നത്തുകല്ല് വെൽനസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം 22-ാം തീയതി 11 മണിക്ക് നടത്താൻ ഇന്ന് കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭാ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ തീപിടുത്ത സാഹചര്യം ഒഴിവാക്കണമെന്ന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം വളരെ കർശനമായി ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് വാച്ച്മാനെ അടക്കം നിയമിക്കുന്നതിന് കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായി വരികയാണ്. ഗവൺമെൻറ് കുടിവെള്ള ക്ഷാമത്തിനെ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ, മാർഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടില്ല. സർക്കുലറുകളൊന്നും ഉത്തരവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ കല്യാണത്തണ്ട് പോലെയുള്ള പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം നിലനിൽക്കുകയാണ്. ആ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഉത്തരവുകൾ നൽകണമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിക്കുന്നതിന് ഇന്നത്തെ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓരോ വാർഡിലും 41.50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ തുക വെട്ടിക്കുറച്ചതിനെതിരെ BJP കൗൺസിലർമാർ രംഗത്തെത്തി. പ്രഖ്യാപനം നടത്തിയതിനു ശേഷം തുക വെട്ടിക്കുറച്ചത് ജനങ്ങളോട് കാണിച്ച അനീതിയാണെന്ന് കൗൺസിലർ തങ്കച്ചൻ പുരീടം ആരോപിച്ചു. ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണെങ്കിലും സർക്കാരിൽ നിന്നാണെങ്കിലും ജനങ്ങളിൽ നിന്ന് മേടിക്കുന്ന ഒന്നിനും കുറവില്ല. കാരണം വീടുകാരം കൂട്ടുന്നുണ്ട്. ഇപ്പം ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിനും എപ്പോഴും വെട്ടിക്കുറവുള്ള. അതുകൊണ്ട് ഇന്നത്തെ കൗൺസിലിൽ ഇത് പറഞ്ഞിട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇതൊക്കെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ തിന്മയായിട്ടേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം, ഈ ജനങ്ങളെ എപ്പോഴും മുഖാമുഖം കാണുന്നത് ഈ പഞ്ചായത്ത് മെമ്പർമാരും അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൗൺസിലർമാരും ഒക്കെയാണ്.
MLA-മാരോ മന്ത്രിമാരോ ഒന്നും ഇവരെ MP-മാരോ ഒന്നും ഇവരെ മുഖാമുഖം കാണുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ളവരാണ് ജനങ്ങളുമായിട്ട് ഇപ്പോഴും ഇടപെടുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇത്രയും ഫണ്ട് വെട്ടിക്കുറച്ചതിൽ വലിയ ദുഃഖവും സങ്കടവും ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുക. ഇക്കാര്യം കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഭരണപക്ഷം മൗനം പാലിച്ചുവെന്നും ആരോപണമുണ്ട്. വനം മന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സന്തോഷ് രാജൻ, ലിഞ്ചോ ജോസഫ് എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കട്ടപ്പന പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും ജനാധിപത്യപരമായ മാർഗങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് യുവജനങ്ങളുടെ ശക്തി സംഭരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ ഒതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസെടുത്ത് ജയിലിലടച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ നിർവീര്യമാക്കാമെന്ന് ഈ ഗവൺമെന്റ് വിചാരിക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അതിന് വിട്ടുകൊടുക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല. യൂത്ത് കോൺഗ്രസിന് സമരം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കും. ഈ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഒരു കാരണവശാലും ഒരു പോലീസ് കേസ് കൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഇവർക്ക് അറിയത്തില്ലേ? ബ്രിട്ടീഷുകാർ നോക്കിയിട്ട് കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെയല്ലേ പിണറായി വിജയന്റെ ഒരു ഊച്ചാളി ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ നയങ്ങൾ കൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെയോ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാനോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന സമരങ്ങളെ ഇല്ലാതാക്കാനോ കഴിയില്ല എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം മുഖ്യപ്രഭാഷണം നടത്തി. KSU സംസ്ഥാന സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ, മറ്റ് നേതാക്കളായ പ്രശാന്ത് രാജു, AM സന്തോഷ്, അലൻ S പുലിക്കുന്നേൽ, നിതിൻ ജോയി, അലൻ സി തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന കട്ടപ്പനയിൽ നിന്നുള്ള അംഗങ്ങൾക്ക് യാത്രയയപ്പും വിളംബര ജാഥയും നടന്നു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന സമരത്തിൽ കട്ടപ്പനയിൽ നിന്നും 11 പേരാണ് പങ്കെടുക്കുന്നത്. സ്വദേശി വിദേശി കുത്തകകളിൽ നിന്നും ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന്മേൽ സെസ് ഏർപ്പെടുത്തുക, വാടകയ്ക്കുമേലുള്ള GSTയിൽ നിന്നും വ്യാപാരികളെ പൂർണ്ണമായും ഒഴിവാക്കുക, GST കൗൺസിൽ തീരുമാനങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രം നടപ്പിലാക്കുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഫെബ്രുവരി 18-ാം തീയതി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നത്. സമരത്തിന് മുന്നോടിയായി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന യൂണിറ്റിൽ നിന്നും സമരത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് യാത്രയയപ്പും വിളംബര ജാഥയും നടത്തി. ഈ ഡൽഹി സമരം അതുപോലെ തന്നെ വളരെയധികം സംഘടിതമായ വളരെ അത്യന്താപേക്ഷിതമായ ഒരു സമരമാണ്. കുത്തകകളുടെ കടന്നുകയറ്റം എല്ലാ ചെറിയ ടൗണുകളിലും കുത്തകകളെത്തുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരങ്ങൾ, ചെറുകിട കർഷകർക്ക് ഉണ്ടായിരിക്കുന്ന GST മുതലായ വളരെയധികം പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ കടകളിൽ ഉദ്യോഗസ്ഥന്മാർ കടയിറങ്ങുമ്പോൾ ഈ സംഘടനയുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥയ്ക്കും യാത്രയയപ്പ് സമ്മേളനത്തിനും യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി. കട്ടപ്പനയിൽ നിന്നും 11 പേരും ഇടുക്കി ജില്ലയിൽ നിന്ന് 20 പേരും കേരളത്തിൽ നിന്ന് 5000 പേരുമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, ജനറൽ സെക്രട്ടറി PK ജോഷി കുട്ടട, ട്രഷറർ KP ബഷീർ, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, അഡ്വക്കേറ്റ് MK തോമസ്, ബൈജു വേമ്പേനി, രാജേന്ദ്രക്കുറുപ്പ്, TM ജോമോൻ, സാജു പട്ടിർമടം തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാറിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ വ്യാപാരത്തിന് മേൽ സെസ് ഏർപ്പെടുത്തുക, വാടകയ്ക്കുമേലുള്ള GST പൂർണ്ണമായും ഒഴിവാക്കുക, ഹരിതകർമ്മസേനയുടെ പേര് പറഞ്ഞ് വ്യാപാരികളെ പിഴിയുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിഷേധം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് മുന്നോടിയായി വ്യാപാര ഭവൻ ജംഗ്ഷനിൽ നിന്നും പ്രകടനം നടന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് S അൻപുരാജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. അടിയന്തരമായി ഈ ബജറ്റിൽ
നിർദ്ദേശിക്കപ്പെട്ട നികുതികൾ, പഞ്ചായത്ത് ടാക്സുകൾ ഉൾപ്പെടെയുള്ള നികുതിനിരക്കുകൾ വ്യാപാര മേഖലയിൽ തന്നെ പിൻകൊണ്ടിരിക്കുന്ന അവകാശത്തിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. വാളാടി യൂണിറ്റ് പ്രസിഡന്റ് കെ ഡി സ്റ്റാലിൻ, മ്ലാമല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശങ്കരൻകുട്ടി, റിയാസ് പി ഹമീദ്, ടി എച്ച് തമ്പി, എം ആന്റണി, ബിലാൽ ഷെരീഫ്, ഷിയാദ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വ്യാപാരികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് VS ബിജു ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നികുതിയിൽ വന്ന ഭീമമായ വർധനവ്, ഗോഡൌണിനും തൊഴിൽ നികുതി, ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ, മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും 2 വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്ന നിയമപരിഷ്കരണം തുടങ്ങിയ കഠിനമായ കരിനിയമങ്ങൾ വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് VS ബിജു ഉദ്ഘാടനം ചെയ്തു. ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തനത്തിന്റെ പേരിൽ സർക്കാരിനുണ്ടായ ഭീമമായ നഷ്ടത്തിന്റെ പേരിൽ വ്യാപാരികളെ പിഴിയുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ലാത്ത പ്രവർത്തനത്തിന്റെ പേരിൽ ഗവൺമെന്റിന് സാമ്പത്തിക നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ഉത്തരവാദി ഒരിക്കലും വ്യാപാരിയല്ല, അതിനെല്ലാം പിഴിയേണ്ടത് വ്യാപാരിയല്ല. കേരളത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം കുടുംബങ്ങളാണ് വ്യാപാരം ചെയ്തിന്ന് ജീവിക്കുന്നത്. 10 ലക്ഷത്തോളം കുടുംബങ്ങൾ വ്യാപാരം ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ചിന്തിക്കണം, ഇവർക്കെല്ലാം ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നില്ല. ഇവരെ ഈ 10 ലക്ഷത്തോളം ആളുകൾ സ്വന്തമായി തൊഴിൽ കണ്ടെത്തി അവർ സ്വന്തമായി ജീവിക്കുമ്പോൾ അവരെ മാക്സിമം ബിസിനസ്സിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നതിന് പകരം ഭീമമായിട്ടുള്ള ഫീസുകൾ ഏർപ്പെടുത്തി അവരെ പരാജയപ്പെടുത്തി ഇവിടുത്തെ ചെറുകിട വ്യാപാരികളെ തകർത്തുകൊണ്ട് വ്യാപാരം ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഒരു സംരംഭത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജി കോട്ടയ്ക്കൽ, ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവെള്ളാട്ട്, അബ്ദുൽ കലാം, VC ജോൺസൺ, ബെന്നി ജോസഫ്, PB മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വ്യാപാരികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇടുക്കി രൂപതയുടെ കീഴിലുള്ള സാമൂഹ്യക്ഷേമ വിഭാഗമായ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗിരിജ്യോതി സ്വയം സഹായ സംഘങ്ങളുടെ വാർഷികാഘോഷങ്ങൾ ഫെബ്രുവരി 15 നടക്കും. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനം ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 9:30 മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഇടവക അങ്കണത്തിൽ നിന്നും വിളംബര റാലിയോടെ ആരംഭിക്കുന്ന വാർഷികാഘോഷ പരിപാടികളിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വാശ്രയ സംഘങ്ങളുടെ ഒരു വാർഷിക ആഘോഷവും അതിനോട് ചേർന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയായി കാലാവസ്ഥാ ഉച്ചകോടി എന്ന നിലയ്ക്ക് ഒരു വാർഷികവും ഉച്ചകോടിയും ഒന്നിച്ച് നടത്തുന്നു. ഈ പരിപാടിയിൽ നേതൃത്വം നൽകുന്ന HDSന്റെ പ്രോഗ്രാമിൽ ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീമതി V വിഘ്നേശ്വരി IAS ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ, അദ്ദേഹം ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ രക്ഷാധികാരി കൂടിയാണ്. പാവനാത്മ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനം ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷത വഹിക്കും. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഫാദർ ജോസ് കരിവേലിക്കൽ, നബാർഡ് ജില്ലാ മാനേജർ അരുൺ MS, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ജില്ലാ മാനേജർ റിയാസ് A എന്നിവർ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ, റെജി ശൗര്യാങ്കുഴി, സിബി തോമസ്, ബിജോ മാത്യു, കുഞ്ഞമ്മ തോമസ് എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന വള്ളക്കടവ് ചപ്പാത്തിന് സമീപം റോഡിനോട് ചേർന്ന് വെട്ടിയിട്ടിരിക്കുന്ന വൻമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. മരത്തടികൾ ഇവിടെ നിന്നും നീക്കാത്തത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണെന്നാണ് ഉയരുന്ന ആരോപണം. 2024 ഒക്ടോബറിലാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന നഗരസഭ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന 7 വൻമരങ്ങൾ വെട്ടിനീക്കിയത്. സ്വകാര്യ വ്യക്തി തടി നീക്കം ചെയ്യാൻ കൊട്ടേഷനിലൂടെ കരാറെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അനുമതി ലഭിക്കാത്തതിനാൽ തടി നീക്കം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. യാത്രക്കാർക്കല്ല, വണ്ടിക്കാർക്കാണ് കൂടുതൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. സ്പീഡ് വെള്ളം അത് കയറും. എൻ്റെ വണ്ടിയെ തന്നെ രൂപ 7,000 എനിക്ക് പോയി 2 ട്രിപ്പായിട്ട്. കഴിഞ്ഞ ദിവസം ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് കുമ്മിളി സ്വദേശിയുടെ കൈ ഒടിഞ്ഞിരുന്നു. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തടി നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കാൻ താമസിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇടുക്കിയിലെ പ്രബല ഗോത്ര സമൂഹമായ മന്നാന്മാരുടെ ഊരുകളിൽ കാലാവൂട്ട് മഹോത്സവം തുടങ്ങി. വിളവെടുപ്പ് സമയവും ഊരുകളിൽ നിന്നും മൺമറഞ്ഞ പിതൃക്കളോടുള്ള ആദരസൂചകവുമായാണ് കുടികളിൽ കൂത്തുപാട്ടുകൾ ഉയരുന്നത്.
വനമേഖലകളിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗമായ മന്നാന്മാരുടെ ഏറ്റവും വിശേഷപ്പെട്ട കലാരൂപമാണ് കൂത്ത. കാലാവൂട്ട് മഹോത്സവമായി ഇപ്പോഴും ഇവർ കൂത്തിനോടൊപ്പം കുട്ടികളെ ആവേശഭരിതമാക്കുന്നു. കോവിലന്റെയും കണ്ണകിയുടെയും കഥയെ അടിസ്ഥാനമാക്കിയാണ് കൂത്ത് നടത്തുന്നത്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരമുള്ള നാടൻ കലാരൂപങ്ങളോടും കഥകളിലെ ചില അവതരണ രീതിയോടും സാദൃശ്യമുള്ള ഒരു കലാരൂപമാണിത്. ഊരിൽ മരണമടഞ്ഞവരുടെ വീടുകളിലെത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയ ശേഷമാണ് കൂത്ത് ആരംഭിക്കുന്നത്. ഇലത്താളം, തുകൽ കൊണ്ട് നിർമ്മിച്ച മത്വാളം എന്നീ വാദ്യോപകരണങ്ങളാണ് കൂത്തിന്റെ പിന്നണിയിൽ പാട്ടിനോടൊപ്പം മുഴങ്ങുക. കൂത്ത് ആരംഭിക്കുന്നതിന് മുമ്പേ തെയ്യം, കഥകളി എന്നിവയിലെ പോലെ കേളികൊട്ടൽ നടത്തുന്നു. ദൈവവന്ദനത്തോടെയാണ് കൂത്ത് ആരംഭിക്കുന്നത്. സ്ത്രീവേഷം കിട്ടുന്നതും ആണുങ്ങൾ തന്നെ. എല്ലാ വർഷവും ഇങ്ങനെ കാലാകൂട്ട് മഹോത്സവം നടത്താറുള്ളതാണ്. കാരണം ഞങ്ങൾ ഈ വിളവെടുപ്പിന് അനുബന്ധിച്ച് വിളവെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ പണ്ട് മുതൽ ഞങ്ങളുടെ ആചാരപ്രകാരം നടത്തി വരാറുള്ള ചടങ്ങാണ് ഈ കാലാകൂട്ട് മഹോത്സവം. അത് ആദ്യം തുടങ്ങുന്നത് കഞ്ഞിക്കുഴി ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് മാങ്കുളം ചെന്ന് ആ വഴി ഇതിലെ വന്ന് അവസാനം കുംഭമാസം ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ഇത് പര്യവസാനം കോഴിമലയിലാണ് അവസാനിപ്പിക്കുന്നത്. അവിടെയാണ് അവസാനത്തെ ഞങ്ങളുടെ ലാസ്റ്റത്തെ കാലാകൂട്ട് മഹോത്സവം അവസാനിക്കുന്നത്. കയ്യിൽ വളയും കാലിൽ ചിലങ്കയും അണിഞ്ഞ മുണ്ട് തെറ്റെടുത്ത് തോർത്ത് തലയിൽ കെട്ടും. കുലദേവതകളെ സ്മരിച്ചുകൊണ്ടുള്ള ആചാര പാട്ടുപാടുന്നു. കോവിലൻ പാട്ടുപാടി കളി തുടങ്ങുന്നു. അനുഷ്ഠാന നിഷ്ഠയോടുകൂടിയുള്ള കൂത്തിനിടയിൽ കന്നിയാട്ടം നടത്തുന്നു. സവിശേഷമായ ഒരു നൃത്തമാണിത്. തിങ്കൾക്കാട് ആദിവാസി ഗ്രാമത്തിലേക്ക് ജില്ലയിലെ വിവിധ കുടികളിലുള്ളവർ കൂത്തിൽ പങ്കെടുക്കുന്നതിനായി സായാഹ്നത്തോടെ എത്തിയിരുന്നു. പാരമ്പര്യ നിഷ്ഠയോടെ ഒരു രാത്രി മുഴുവൻ നീളുന്ന പരിപാടികൾ കൂത്തിന്റെ ഭാഗമായി നടന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ടൈലറിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ സംരംഭകത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം പോളിടെക്നിക് കോളേജിലെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലാണ് പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സംരംഭങ്ങൾ കാലത്തിന് അനുയോജ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പരിശീലനം കഴിഞ്ഞാൽ ലോണെടുത്തു അടുത്തൊരു ബാധ്യത ഇപ്പോഴെങ്കിലും വീട്ടാറുണ്ട്. പൊതു സമൂഹത്തിന്റെ സാമൂഹ്യ വികാസത്തിന് കഴിയുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ച് പരിശീലനം പ്രോജക്റ്റ് എന്റെ പദ്ധതി ഏറ്റെടുക്കാൻ ഉത്പാദനം ഉണ്ടാക്കിയാൽ അത് വിറ്റഴിക്കാൻ കഴിയുന്ന മാർഗം അതിനൊരു കൃത്യമായ അങ്ങനെ വരുമാനം സാമൂഹികമായ വളർച്ചയിലേക്ക് എത്തണം. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മിനി CR മുഖ്യപ്രഭാഷണം നടത്തി. നെടുങ്കണ്ടം പോളിടെക്നിക് മാനേജർ JNP വിജയൻ പദ്ധതി വിശദീകരണം നടത്തി. CDS ചെയർപേഴ്സൺ ലിസി മാത്യു, നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ അരുൺ തോമസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട്, അർജുൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കുടുംബശ്രീ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. KCYM ഇടുക്കി രൂപതാ സമിതിയുടെ കീഴിലുള്ള രാജാക്കാട് കുഞ്ചിത്തണ്ണി മേഖലകളുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം നടത്തും. ഈ മാസം 16-ന് വൈകിട്ട് 5 മുതൽ രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളി മൈതാനിയിലാണ് മത്സരങ്ങൾ നടക്കുക. KCYM ഇടുക്കി രൂപത നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് വടംവലി മത്സരം സംഘടിപ്പിക്കുന്നത്. 1-ാം സ്ഥാനക്കാർക്ക് 500,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും, 2 മുതൽ 4 വരെയുള്ള സ്ഥാനക്കാർക്ക് യഥാക്രമം 40,000, 30,000, 20,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും. 16 വരെ സ്ഥാനമുള്ളവർക്കും ക്യാഷ് അവാർഡുകളും മത്സരിക്കുന്ന എല്ലാ ടീമുകൾക്കും പണക്കിഴികളും ഒരുക്കിയിട്ടുണ്ട്. ദേശീയത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഇടുക്കി രൂപതയുടെ KCYM യുവജനങ്ങളാണ്. അതോടൊപ്പം തന്നെ രാജാക്കാട് കുഞ്ചിത്തണ്ണി മേഖലയിലെ യുവജനങ്ങൾ കൂടിയാണ്.
യുവജനങ്ങളുടെ ഒരു സംഘടനയാണ് KCYM, കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ്. ആ യുവജനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ വടംവലിയിലൂടെ ലക്ഷ്യം വെക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങൾ പലപ്പോഴും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പിടിയിലാകപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരും ആ വടംവലിയിലൂടെയും മറ്റ് മത്സരങ്ങളിലൂടെയും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നാട് അവിടെ ഉണരുകയാണ്. നാട്ടിൽ വലിയൊരു മാറ്റങ്ങൾ അവിടെ വരികയാണ്. യുവജനങ്ങളെല്ലാവരും ഏത് പ്രായഭേദമന്യേ ആണെങ്കിൽ പോലും വടംവലിയോട് പ്രത്യേക താല്പര്യമുള്ള ഇടുക്കിക്കാരുടെ ഇടയിൽ യുവജനങ്ങൾ തീർച്ചയായിട്ടും വലിയ ഒരു ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. 450 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടത്തുന്നത്. കേരള ടഗ് ഓഫ് വാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുക. വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിക്കും. കേരളത്തില് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ചാമ്പ്യന്മാരും വളരെ വാശിയോടെ പങ്കെടുക്കുന്ന ഈ മത്സരം ഇടുക്കി ജില്ലയിൽ അത്രത്തോളം ചർച്ചയേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 50,001 തുടങ്ങി 10,000 അവസാനിക്കുന്ന അതിന് താഴേക്ക് ഓരോ സമ്മാനങ്ങളും പങ്കെടുക്കാൻ വരുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും കൈനിറയെ സമ്മാനങ്ങൾ വാരിക്കോരി നൽകുന്ന ഈ വാശിയേറിയ പോരാട്ടത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കേരള ടഗ് ഓഫ് വാർ അസോസിയേഷൻ ഇടുക്കി ജില്ല സംയുക്തമായി ഞങ്ങളോടൊപ്പം ചേരുമ്പോൾ ഈ മത്സരം അത്രത്തോളം വാശിയും വീറും നിറഞ്ഞതായിട്ട് മാറുകയാണ്. മേഖലാ പ്രസിഡന്റ് എബിൻ കച്ചുറ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എം എം മണി MLA മുഖ്യപ്രഭാഷണം നടത്തും. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ അനുഗ്രഹ പ്രഭാഷണവും KCYM ഇടുക്കി രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ ആമുഖ പ്രഭാഷണവും നടത്തും. രൂപതാ പ്രസിഡന്റ് ജെറിൻ ജെ പട്ടാംകുളം, ജനറൽ സെക്രട്ടറി സാം സണ്ണി, രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന, ഇടവക വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറക്കൽ, രാജാക്കാട് CI വി വിനോദ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കും. കട്ടപ്പന പുളിയൻമല ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ വാർഷികാഘോഷം നടന്നു. ഫിയോറി ഫെസ്റ്റ് 2K25 എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. പുളിയൻമല ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ 13ാമത് വാർഷികാഘോഷമാണ് നടന്നത്. ഫിയോറി ഫെസ്റ്റ് 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഒരു മാതാവ് മറ്റു മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ പതിയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കളെ, ആദ്യമായിട്ട് തന്നെ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, ഒരൊറ്റ മാതാപിതാക്കൾ പോലും അധ്യാപകരുടെ കുറ്റം, എന്തൊക്കെ കുറ്റമുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ കൈകൾ പറയാൻ പാടില്ല. പറയരുതൊരു കാരണവശാലും. അത് അവരുടെ ഭാവിയെ ഇല്ലാതാക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സിസ്റ്റർ റോസിറ്റ CMC അധ്യക്ഷയായി. റീന തോമസ്, സിസ്റ്റർ ടെസി കുര്യൻ, സുധർമ്മ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. സിസ്റ്റർ ജ്യോതിസ്, ബെനിയ ഗ്രേസ്, PTA പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുരിക്കിൻതൊട്ടി മാർ മാത്യൂസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 23ാമത് വാർഷികാഘോഷവും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. ഗ്ലിറ്റ്സി 2K25 എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം മുരിക്കിൻതൊട്ടി സെന്റ് മരിയ ഗോരത്തി ദേവാലയ വികാരി ഫാദർ തോമസ് പുത്തൻപുരയിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സേക്രഡ് ഹാർട്ട് സന്യാസിനി സഭയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ മാർ മാത്യു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 23ാമത് വാർഷികാഘോഷവും അവാർഡ് വിതരണവുമാണ് നടന്നത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം മുരിക്കിൻതൊട്ടി സെന്റ് മരിയ ഗോരത്തി ഇടവക വികാരി ഫാദർ തോമസ് പുത്തൻപുരയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് റിപ്പോർട്ടിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകമായി മാനേജ്മെൻറ്റിനെയും സ്റ്റാഫ് അംഗങ്ങളെയും നമുക്ക് പ്രത്യേകമായി അഭിനന്ദിക്കാം. വളരെ ഭംഗിയായി ചിട്ടയായി ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർ കാണിക്കുന്ന താല്പര്യവും അവരുടെ പ്രവർത്തനങ്ങളുമെല്ലാം തീർച്ചയായിട്ടും ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമെല്ലാം എപ്പോഴും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കോമഡി ഉത്സവം ഫെയിമും മിമിക്രി താരവുമായ അനൂപ് പാല വിശിഷ്ട അതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ ജെസി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ സിസ്റ്റർ ട്രീസ മേരി കൊച്ചുപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീഷ് മുകളിൽ, PTA പ്രസിഡന്റ് PR ബിനോ, ലോക്കൽ മാനേജർ സിസ്റ്റർ ലിസ് റോസ്, MPTA പ്രസിഡന്റ് ചിഞ്ചു രഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന്
വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. KPSTA കട്ടപ്പന ഉപജില്ലാ യാത്രയയപ്പ് സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഫെബ്രുവരി 15 കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഹാളിൽ നടക്കും. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വണ്ടൻമേട് പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ഒന്നാന്തരം ഒരു സൂര്യകാന്തി പാടം തന്നെ. ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായാണ് ഇവിടെ സൂര്യകാന്തി പാടം തയ്യാറാക്കിയിരിക്കുന്നത്. കാലങ്ങളായി കാട് പിടിച്ച അവസ്ഥയിലായിരുന്നു സ്കൂളിന്റെ പരിസരം. പുതുതായി ചാർജ് എടുത്ത പ്രിൻസിപ്പൽ KN ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കാട് വെട്ടിത്തെളിച്ച് ചെടികളും പച്ചക്കറികളും നട്ടുപരിപാലിച്ചു തുടങ്ങിയത്. പതിവായി കണ്ടുവരുന്ന ചെടികളിൽ നിന്നും വ്യത്യസ്തമായി എന്തു ചെയ്യാൻ കഴിയുമെന്ന ആലോചനയിൽ നിന്നാണ് ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച 1/2 കിലോ സൂര്യകാന്തി വിത്തുകൾ നട്ടുവളർത്തിയത്. ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഈ ക്യാമ്പസിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു കാലങ്ങളോളം. അപ്പോൾ പുതിയ പ്രിൻസിപ്പൾ ശശി സാറ് ചാർജ് എടുത്തോടുകൂടി നമുക്ക് ഈ ക്യാമ്പസ് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യണമെന്നൊരു സജഷൻ ഉണ്ടാകുകയും ഞങ്ങളെ കുറച്ച് അധ്യാപകരും കുട്ടികളും മുൻകൈ എടുത്ത് ഈ ക്യാമ്പസ് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമുക്കിവിടെ പതിവായിട്ട് കാണുന്ന ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ സൺഫ്ലവർ എന്ന ആശയം ഞാൻ കുതിച്ചു വരികയും ഞങ്ങളിത് ബാംഗ്ലൂരിൽ നിന്ന് ഇതിൻ്റെ സീഡ്സ് പറ്റിച്ചിട്ട് ഞങ്ങളിവിടെ ഇത് പ്ലാൻ ചെയ്യുകയും ചെയ്യുകയാണ്. ഇത് ആദ്യത്തെ സംരംഭമാണ്. അതുപോലെ തന്നെ നമ്മൾ മറുഭാഗത്ത് പച്ചക്കറി കൃഷി, വാഴത്തോട്ടം ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ സംരംഭമാണ്. കുട്ടികളെ ഇതിൽ പങ്കാളിയാക്കുക, കൃഷി അവരെ വളർത്തുക, പ്രകൃതി സൗഹൃദമാക്കുക, ഇങ്ങനെയുള്ള പർപ്പസാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്നത്. 1000-ഓളം ചെടികളാണ് ഇവിടെ പൂത്തു നിൽക്കുന്നത്. തേക്കടി മൂന്നാർ റോഡിനോട് ചേർന്ന് തന്നെ ഒരുക്കിയ സൂര്യകാന്തി പാടം കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള താല്പര്യവും സ്നേഹവും നിലനിർത്തി കാർഷിക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. വേനലിലും നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂവുകൾ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന കാഴ്ചയാണ്. സൂര്യകാന്തിക്ക് പുറമെ വാഴ, ക്യാബേജ്, തക്കാളി, വഴുതന എന്നീ കൃഷികളും നക്ഷത്ര വനവുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ KN ശശിയെ അധ്യാപകരായ ജോഷി തോമസ്, റാഫി മുഹമ്മദ്, ജയ സന്ധ്യ സനൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവയുടെ പരിപാലനം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 215. വിൽപ്പനയ്ക്ക് വന്നത് 63,895. വിൽപ്പന നടന്നത് 63,699. കൂടിയ വില 3,223. ശരാശരി വില 2,992. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ. ഏലം കൂടിയ വില 3000. ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 480. ഗ്രാമ്പു 880. കൊക്കോ 170. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,990 രൂപ. വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗതാഗത മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ മൂന്നാറിലെ ടാക്സി വാഹനങ്ങളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. 4 ദിവസത്തെ പരിശോധനയിൽ പിഴ ചുമത്തിയത് 8 ലക്ഷത്തിലധികം രൂപ. ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി കാണിച്ചത് മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയ മന്ത്രിക്ക് നേരെ. ജില്ലയിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ധവളപത്രം ഇറക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. BJPയുടെ നേതൃത്വത്തിൽ ഈ മാസം 20 മുതൽ പെരുവന്താനത്ത് ആരംഭിക്കുന്ന പ്രതിഷേധ പരിപാടികൾ ജില്ലയിലെമ്പാടും വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിൽ ജില്ലാതല വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ജില്ലയെ 4 മേഖലകളായി തരംതിരിച്ച് കുട്ടികൾക്കായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ഫെബ്രുവരി മാസം പകുതിയോടടുത്തിട്ടും തണുപ്പ് വിട്ടുമാറാതെ മൂന്നാർ. ഇതോടെ ഇപ്പോഴും മൂന്നാറിന്റെ പ്രഭാതങ്ങൾ ശൈത്യത്തിന്റെ പിടിയിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മൂന്നാറിൽ ഫെബ്രുവരി 2ാം വാരത്തിൽ താപനില -1 രേഖപ്പെടുത്തിയത് ആദ്യമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.